എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൾ ടു 139, എ ബി ഈസ് ഈക്വൾ ടു 15 ആയാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബിയുടെ വില കാണുക. എടാ അപ്പം നമുക്കിവിടെ തന്നിട്ടുണ്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൾ ടു എത്രയാണ് തന്നിട്ടുണ്ട്? 139. അതുപോലെ എ ബി ഈസ് ഈക്വൾ ടു 15 തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഈക്വൽ ടു എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എടാ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? വാല്യൂ അല്ല, അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇവിടെ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇതിൻ്റെ വാല്യൂ 139 തന്നിട്ടില്ലേ? അപ്പോൾ ആ 139 നമ്മളിവിടെ കൊടുക്കുന്നു. 139 പ്ലസ് 2ab, അതായത് 2 ഇൻറ്റു എ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 15 15 ഈക്വൽ ടു 139 പ്ലസ് 2 ഗുണം 15 30. ബാക്കി അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 139 പ്ലസ് 30 160 എന്ന് കിട്ടുന്നു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടി? 169 എന്ന് കിട്ടി. 169. ഇനി നമുക്ക് എന്താ വേണ്ടേ? എ പ്ലസ് ബി അല്ലേ കണ്ടുപിടിക്കേണ്ടേ? അതിനായിട്ട് ഈ സ്ക്വയർ സമത്തിനപ്പുറത്ത് കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സ്ക്വയർ സമത്തിനപ്പുറത്ത് പോകുമ്പോൾ റൂട്ട് ആവുന്നു. റൂട്ട് 169. റൂട്ട് 169 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13. ഓക്കെ അല്ലേ? നമുക്ക് എ പ്ലസ് ബിയുടെ വാല്യൂ കിട്ടിയില്ലേ? എത്രയാണ്? 13. അപ്പോൾ 169 ഡിവൈഡ് ബൈ 13 വെട്ടാമല്ലോ. 13ൻ്റെ സ്ക്വയർ അല്ലേ 169. അപ്പോൾ 169/13 എന്ന് പറഞ്ഞാൽ 13 തന്നെയാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ.